എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരൊറ്റ വാക്യമാണ്. പക്ഷേ ആ ഒരൊറ്റ വാക്യത്തിൽ ഒരുപാട് ആശ്വാസവും ശക്തിയുമുണ്ട്, പ്രത്യേകിച്ച് നമ്മൾ തളർന്നു പോകുന്ന സമയങ്ങളിൽ. അപ്പോൾ നമുക്കതിൻ്റെ ആഴങ്ങളിലേക്കൊന്ന് ഇറങ്ങിച്ചെല്ലാം. ഇതാണ് ആ വാക്യം, സങ്കീർത്തനം 46:1. കേൾക്കാൻ വളരെ സിമ്പിളാണെന്ന് തോന്നാമല്ലേ? പക്ഷെ നമുക്കിതിനെ ഒന്ന് പൊളിച്ചെഴുതി നോക്കാം. ഓരോ വാക്കിനും പിന്നിൽ എന്താണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന്. നമ്മുടെ ജീവിതത്തിലെ ബുദ്ധിമുട്ടേറിയ സമയങ്ങളിൽ ഈ വാക്കുകൾ എങ്ങനെയാണ് ഒരു താങ്ങാവുന്നതെന്ന് നമുക്ക് ഒരുമിച്ച് നോക്കാം. നമ്മളെല്ലാവരും ജീവിതത്തിൽ പലതരം ബുദ്ധിമുട്ടുകളിലൂടെ കടന്നുപോയിട്ടുണ്ടാവും, അല്ലേ? ചിലപ്പോൾ എല്ലാം കൈവിട്ടുപോയെന്ന് തോന്നും. അങ്ങനെയുള്ള സമയത്ത് നമ്മളെ പിടിച്ചു നിർത്താൻ ഒരു നങ്കൂരം അതെവിടെ കിട്ടും? ഈ ഒരു ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ്, വളരെ ശക്തമായ ഒരു ഉറപ്പാണ് ഈ വാക്യം. ഓക്കേ, അപ്പോൾ നമുക്ക് ആദ്യത്തെ ഭാഗത്തേക്ക് കടക്കാം. ദൈവം നമ്മുടെ സങ്കേതം. എന്താണ് ഈ വാക്കിന്റെ അർത്ഥം? സങ്കേതം, അതായത് ഒരു കൊടുങ്കാറ്റ് വരുമ്പോൾ നമ്മൾ ഓടിക്കേറുന്ന ഒരു സുരക്ഷിതമായ ഇടം. ജീവിതത്തിൽ പ്രശ്നങ്ങളുടെ കൊടുങ്കാറ്റ് അടിക്കുമ്പോൾ നമുക്ക് ഓടിച്ചെല്ലാൻ കഴിയുന്ന ഒരു സ്ഥലം. അതാണ് ഈ വാക്യം ആദ്യം തന്നെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്നത്. പക്ഷേ ഇതൊരു സാധാരണ ഷെൽട്ടർ മാത്രമല്ല. അതെ, അവിടെയാണ് ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയ കാര്യം. ഇതൊരു താൽക്കാലിക അഭയസ്ഥാനമല്ല. സങ്കീർത്തനം പറയുന്നത് അതൊരു തകർക്കാനാവാത്ത കോട്ടയാണെന്നാണ്. ഒന്നിനും ഭേദിക്കാൻ പറ്റാത്ത അത്രയും ശക്തമായൊരു കോട്ട. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ആ കോട്ടയ്ക്കുള്ളിലാണെങ്കിൽ നിങ്ങൾ ദൈവത്തിൻ്റെ സംരക്ഷണത്തിലാണ്, പിന്നെതിന് പേടിക്കണം. അപ്പോൾ ഈ സങ്കേതമെന്ന് പറയുന്നത് ശരിക്കും ഒരു സ്ഥലമല്ല, അതൊരവസ്ഥയാണ്. പൂർണ്ണമായും സംരക്ഷിക്കപ്പെട്ട, ഭയപ്പെടേണ്ട ആവശ്യമില്ലാത്തൊരവസ്ഥ. ഇനി നമുക്ക് രണ്ടാമത്തെ ആശയത്തിലേക്ക് വരാം. ആദ്യത്തതുമായി ഇത് എങ്ങനെയാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് നോക്കാം. ദൈവം നമ്മുടെ ബലം. ഇവിടെ നമ്മൾ രണ്ട് തരം ശക്തിയെക്കുറിച്ചാണ് സംസാരിക്കുന്നത്. ഒന്ന്, നമ്മുടെ സ്വന്തം ശക്തി. അതിനൊരു പരിധിയുണ്ട്, അല്ലേ? നമ്മൾ ക്ഷീണിക്കും, തളരും. എന്നാൽ ഈ വാക്യം പറയുന്ന ശക്തിയോ, അത് ദൈവത്തിൻ്റേതാണ്. അതിന് പരിധികളില്ല, അത് അനന്തമാണ്. ഈ ഒരു വ്യത്യാസം വളരെ വലുതാണ്. ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയോ? എപ്പോഴാണോ നമ്മുടെ സ്വന്തം ശക്തി തീർന്നു പോകുന്നത്, ഇനി എനിക്ക് വയ്യ എന്ന് നമ്മൾ പറയുന്ന ആ നിമിഷം, അപ്പോഴാണ് ഈ ദൈവിക ശക്തി നമ്മളെ താങ്ങി നിർത്തുന്നത്. അതാണ് ഈ വാക്യത്തിലെ ഉറപ്പ്. ഇനി നമ്മൾ ഈ വാക്യത്തിലെ മൂന്നാമത്തെയും ഒരുപക്ഷെ ഏറ്റവും ആഴമേറിയതുമായ ഒരു ഭാഗത്തേക്കാണ് വരുന്നത്. ഏറ്റവും അടുത്ത തുണ. നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുമ്പോൾ പലപ്പോഴും തോന്നുന്നൊരു കാര്യമാണ്, ഞാൻ ഒറ്റയ്ക്കായിപ്പോയി, എൻ്റെ ഈ വേദന കാണാൻ ആരുമില്ല, എന്നെ സഹായിക്കാൻ ആരുമില്ല. അങ്ങനൊരു തോന്നൽ. ഈ വാക്യം നേരെ ആ തോന്നലിനെയാണ് ചോദ്യം ചെയ്യുന്നത്. നോക്കൂ, വാക്യം പറയുന്നത് ഏറ്റവും അടുത്ത തുണ എന്നാണ്. ദൂരെ എവിടെയോ ഇരിക്കുന്ന ഒരാളല്ല. സഹായം വരാൻ നമ്മൾ കാത്തിരിക്കേണ്ടതില്ല. ഏറ്റവും അടുത്ത എന്നുവെച്ചാൽ നിങ്ങൾ പ്രശ്നത്തിലായിരിക്കുന്ന അതേ നിമിഷം, അതേ സ്ഥലത്ത് നിങ്ങളെ കേൾക്കാനും സഹായിക്കാനും കൂടെയുണ്ട് എന്നാണ്. അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളും നമ്മൾ കണ്ടു. ഒരു സങ്കേതം, അനന്തമായ ബലം, പിന്നെ തൊട്ടടുത്തുള്ള തുണ. ഇതെല്ലാം കൂടിച്ചേരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആകെത്തുക എന്താണ്? ഇതിനെ ഇങ്ങനെ ചുരുക്കാം. നിങ്ങൾക്ക് ഒളിക്കാൻ ഒരു സുരക്ഷിതമായ കോട്ടയുണ്ട്, അതാണ് സങ്കേതം. നിങ്ങൾക്ക് ആശ്രയിക്കാൻ അനന്തമായ ഒരു ശക്തിയുണ്ട്, അതാണ് ബലം. നിങ്ങളുടെ കൂടെ എപ്പോഴും നിൽക്കാൻ ഒരാളുണ്ട്, അതാണ് തുണ. ഈ മൂന്നും ചേരുമ്പോൾ നമുക്ക് കിട്ടുന്നത് ഒന്നേയുള്ളൂ, ധൈര്യം. അതുകൊണ്ട് നിങ്ങൾ ഏത് പ്രതിസന്ധിയിലൂടെ കടന്നു പോയാലും, അതെത്ര വലുതാണെങ്കിലും, ഈ വാക്യം നമ്മളോട് പറയുന്ന അവസാന വാക്കിതാണ്: ധൈര്യമായിരിക്കുക, പേടിക്കേണ്ട. കാരണം ആ ധൈര്യത്തിന് വളരെ ശക്തമായൊരു അടിത്തറയുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ചോദിക്കാനുള്ളതിതാണ്, അടുത്ത തവണ ജീവിതത്തിലൊരു വലിയ തിരമാല വരുമ്പോൾ, ഒരു പ്രതിസന്ധി വരുമ്പോൾ, നിങ്ങൾ ഈ വാക്യം ഓർക്കുമോ? ഈ കോട്ടയും ഈ ബലവും ഈ തുണയും നിങ്ങളുടെ മനസ്സിൽ വരുമോ? ഇതൊന്ന് ആലോചിച്ചു നോക്കൂ.